അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സെനൂസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പായസം എന്ന് പറയുമ്പോൾ നമ്മുടെ ബറാത്ത് സ്പെഷ്യൽ ഒരു പായസമാണ്. എല്ലാ നാട്ടിലും ഇതുപോലെയല്ല ഉണ്ടാക്കുക. പല നാട്ടിലും പല രീതിയിലാണ് ഇത് ഉണ്ടാക്കുക. ചില നാട്ടിൽ പായസം ഉണ്ടാക്കില്ല, അതിന് പകരം സ്വീറ്റ്സൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. എൻ്റെ നാട്ടിൽ ഉണ്ടാക്കുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ പഴമൊക്കെ ചേർക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ തന്നെ വരുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 നാളികേരം എടുത്തിട്ടുണ്ട്. നല്ല പച്ച നാളികേരം നോക്കി എടുക്കുക, എങ്കിലേ നമുക്ക് നല്ല പാല് കിട്ടുള്ളൂ. അപ്പോൾ 2 വലിയ നാളികേരമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് പാലെടുക്കണം. ഇപ്പം ഞാനിത് പിഴിഞ്ഞിട്ട് പാലെടുത്തിട്ടുണ്ട്. പാലെടുത്തപ്പോൾ ഞാൻ ആദ്യം ഒരു 1-ാം പാലെടുത്തു. പിന്നെ കുറച്ചും കൂടി ചേർത്ത് ഒരു 5-6 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് 2-ാം പാലെടുത്തു. ഈ 2 പാലും ഞാൻ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് തന്നെ എടുത്തിട്ടുണ്ട്. വേറെ വേറെ ആക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുമിച്ച് തന്നെ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒഴിക്കുക. അപ്പോൾ ഇതെനിക്ക് ടോട്ടൽ ഒരു 18 ഗ്ലാസ് പാല് കിട്ടിയിട്ടുണ്ട്, 2 തേങ്ങ ഞാൻ ഇതാക്കിയിട്ട്. അപ്പോൾ പിന്നെ വേണ്ടത് നമുക്ക് ചെറിയരിയാണ്. ഞാനിപ്പോൾ ഈ ഒരു കപ്പിൽ 3/4 കപ്പ് ചെറിയരി എടുത്തിട്ടുണ്ട്. ചെറിയരി ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കൈമ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് അരി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് നമുക്ക് ഈ അരി അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1.25 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ദോശമാവിനൊക്കെ അരക്കണ പോലെ നല്ല പോലെ ഫൈനായിട്ട് അരക്കണം. ഒരു തരി പോലും ഇല്ലാതെ അരക്കണം. ഇത് അരക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഈ അരി 1 മണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടി വെക്കണം. എന്നാലേ നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ഇതിപ്പോൾ ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങാപ്പാലിൻ്റെ മിക്സിലോട്ട് ഈ അരച്ച അരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര നമ്മളെല്ലാം ആദ്യം ചേർത്തിട്ടാണ് പിന്നെ ഇത് നമ്മൾ അടുപ്പിലേക്ക് വെക്കുന്നത്. അപ്പോൾ പഞ്ചസാര ഞാനിപ്പോൾ ഒരു 5 ഗ്ലാസ് പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട്. 5 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് നമ്മുടെ പത്തിരി മാവില്ലേ, നമ്മുടെ അരിപ്പൊടി കൊണ്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കണ പോലെ അരിപ്പൊടി കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് പൊടി എടുത്തിട്ട് അതൊന്ന് ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ടുണ്ട്. അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ സാധാ പത്തിരിക്കൊക്കെ കുഴക്കണ പോലെ ആ അരി അത് തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. എന്നിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് നമ്മുടെ ആവിപാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കുക, ഒരുപാട് വലുതാക്കരുത്. അപ്പോൾ നമ്മുടെ പായസത്തിൽ അത് മാത്രം ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല, നമുക്ക് കഴിക്കാനും പറ്റില്ല പെട്ടെന്നൊന്നും. അപ്പോൾ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. നമ്മുടെ സാധാ പത്തിരി മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്, വേറെ ഒന്നുമല്ല. നമ്മൾ പത്തിരി ചൂടുന്ന അതേ മാവാണ്, അതേപോലെയാണ് നമ്മൾ കുഴക്കേണ്ടതും, ഒരു വ്യത്യാസമില്ല. ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ജസ്റ്റ് 5-6 മിനിറ്റ് മതി, നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും, ചെറിയ ബോൾസ് അല്ലേ. പിന്നെ വേണ്ടത് നമുക്ക് 3 പഴമാണ്. പഴം അത്യാവശ്യം ഒരു പഴുത്ത പഴം തന്നെ എടുക്കുക, ഒരുപാട് പഴുത്ത പഴം വേണ്ട. ഒരു മീഡിയം പഴുത്ത പഴം എടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. വട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ വട്ടത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ അപ്പവും കൂടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്യാസിൽ നിന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ തേങ്ങാപ്പാലിൻ്റെയും ചെറിയരിയുടെ ഒക്കെ മിക്സ് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നമ്മൾ അടുപ്പിലേക്ക് വെച്ചാൽ പിന്നെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. അതുകൊണ്ട് കൈ ഇളക്കാതെ നല്ലപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പഴവും പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പത്തിരിമാവിൻ്റെ ആ അപ്പവും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം ഇനി ഇതിലോട്ട് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഇതിൻ്റെ പകുതിയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു 1/2 കപ്പ് എടുത്താൽ മതി. വേറെ അളവൊന്നും ഇതിന് പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല. ഇതും കൂടി ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക.
ഈ പഴം ഒന്ന് വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. പിന്നെ ഇതിൻ്റെ ചൂടിൽ തട്ടിയിട്ട് തന്നെ പഴം നല്ലപോലെ വെന്തോളും. പഴം വെന്തുടയരുത്. അപ്പോൾ ഉടഞ്ഞാൽ നമ്മൾ പായസം ഉടഞ്ഞിട്ട് പായസം കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പഴം ഇതുപോലെ തന്നെ ഉണ്ടാവണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെന്താൽ മാത്രം മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പഞ്ചസാരയൊക്കെ കറക്റ്റാണ്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ലാസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ